ഹായ് മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ മക്കളെ? എല്ലാവർക്കും ആരോഗ്യമായ സ്വാഫ്യത്വം ഉണ്ടാട്ടെ. അതേപോലെ തന്നെ എനിക്കും എൻ്റെ കുഞ്ഞു മക്കൾക്കും വേണ്ടി നിങ്ങളും ദുആ ചെയ്യണം കേട്ടോ മക്കളെ. പിന്നെ മക്കളെ, നമുക്ക് ഹനാൻക്കും ഹംദാനും ദിയമോക്കൊക്കെ കൊടി വാങ്ങണം മക്കളെ. നാളെ ആഗസ്റ്റ് 15 സ്കൂളിലേക്ക് പോകുമ്പോൾ കൊടിയൊക്കെ കുത്തി പോകണം, കൊടി കയ്യിൽ പിടിച്ച് പോകണം. അങ്ങനെ നമ്മൾ വാങ്ങാൻ വേണ്ടി വന്ന് ജാം ജൂമിലേക്കാണ് വന്നത്. അപ്പോൾ ഹംദാനിക്ക് ഒരു കൊടി വാങ്ങാൻ വേണ്ടി ആകെ ഒരു 10-100 ഉറുപ്പ്യൻ്റെ സാധനത്തിന് വേണ്ടി വന്ന്. അപ്പോൾ ട്രോളി ഞാൻ ഒരുപാട് സാധനങ്ങളാണ് നിറച്ച് കൊടുത്ത്. ഏറിക്കഴിഞ്ഞാൽ ഒരു കൂപ്പണിന് 500 ഉറുപ്പ്യല്ല, അപ്പോൾ നമ്മൾ 1500 ഉറുപ്പ്യൻ്റെ സാധനമാണ് വാങ്ങിയത്. ഇത് കണ്ട മക്കളെ, പായസത്തിൻ്റെതാണ് മക്കളെ. ഇത് സ്റ്റിക്കറൊന്നല്ല, നല്ലോണം അങ്ങനെ പായസത്തിൻ്റെ ഒരു ഉരുളി പോലെ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ പായസം ഇങ്ങനെ തിളക്കിൻ്റെ പാലട പദമൻ തിളയ്ക്കുന്നത് പോലെ ഉണ്ട്. ബദാം, അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ ഇട്ടിട്ട് അതിലേക്ക് കൈയിട്ടാൽ പൊള്ളുന്ന ഒരു പേടി ഉണ്ടാവും. അതുപോലെ ഉണ്ട് ഭംഗി കാണാൻ. സൂപ്പറായിരിക്കണം. ഈ സ്റ്റിക്കറല്ല, ഒരു ഭരണി പോലെ ഉണ്ടാക്കി വെച്ചതാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ ഒന്നും അങ്ങോട്ട് പറയാനില്ല. കണ്ടെങ്കിൽ പായസം മിൽക്ക് മേഡ് ഒഴിക്കുന്ന ആ അടയാളം വരെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇതിൽ കണ്ടാൽ പായസം ഉണ്ടാക്കി വെച്ച പോലെ ഉണ്ട് മക്കളെ. അപ്പോൾ ഇതേതായാലും ഞാൻ കുറച്ച് നേരം ഒന്ന് വീഡിയോ എടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കണം, ഒന്നും പറയാനില്ല. മിൽക്ക് മേഡിൻ്റെ അതാണ് ചുറ്റും വെച്ചിരുന്നത്. ഓഫർ ഉള്ളതിനെ കൊണ്ടാണ് ഈ മിൽക്ക് മേഡിൻ്റെതും ഈ പായസത്തിൻ്റെ ഒക്കെ വെച്ചാൽ. അപ്പോൾ നമ്മൾ സ്റ്റിക്കറുകളൊക്കെ വാങ്ങി കുട്ടികൾക്ക് വേണ്ടിയിട്ട് മൂന്നാക്കുള്ളത്. തൊപ്പിയുണ്ട്, കൈമേലിടുന്നത്, നമ്മുടെ ഷർട്ടുമേൽ കുത്തുന്നത്, അങ്ങനെ എന്താ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. കുട്ടികളെ ചില്ലറ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് എന്നോ പറയാം, സൂപ്പർ മാർക്കറ്റൊക്കെ കയറി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ആ ട്രോളി എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് നിറച്ചാൽ റാഹത്താവുള്ളൂ എന്നൊക്കെ പറഞ്ഞ്. ഏതായാലും വേണ്ടില്ല, ഞാൻ പറഞ്ഞു ഒരു സ്റ്റിക്കർ ഒരു 500 ഉറുപ്പ്യക്ക് ഒരു കൂപ്പണല്ലേന്ന്. കാറുണ്ട്, 2 വീലറുണ്ട്. പിന്നെ പറയാം എനിക്ക് വേറെ പണിയൊന്നുമില്ല. ഇതിൻ്റെ മുമ്പ് എഴുതി കൊടുത്തിന് മക്കളെ. നമ്മളൊരു തുണി ഷോപ്പ് സാധനം വാങ്ങാൻ പോയിട്ട് അങ്ങനെ കിട്ടിയിട്ട് ഒരു നാനോ കാർ എഴുതിയിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അവരെന്താ പറഞ്ഞു, ഇതിനെ കുറേ നാനോ കാറുള്ള എഴുതിയിട്ട കുറേ സ്റ്റിക്കർ ഉണ്ട്, അതിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്നും കൂടി കുലുക്കിയാലേ കിട്ടുള്ളൂ എന്ന്. അപ്പോൾ അമ്മ ആര് പറ്റിക്കൽ പരിപാടിയിലൊന്നുമില്ല. പക്ഷേ ഇവിടെ അതല്ല കേട്ടോ, ജാം ജൂമിൽ കാറ്, സ്കൂട്ടർ, പിന്നെ വാഷിംഗ് മെഷീൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിൻ്റെ പിന്നെ സ്റ്റിക്കറൊക്കെ ഇവിടെ വെച്ച് എല്ലാവർക്കും കാണാൻ മാത്രം സ്റ്റേജൊക്കെ കെട്ടി പല പരിപാടികളുണ്ടായിനി മക്കളെ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞ് അങ്ങനെ രാവിലെ നേരം വെളുത്തതിൻ്റെ ശേഷം പുട്ടുണ്ടാക്കുന്നുണ്ട്. കുട്ടികൾക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. ഹൻദാനെ വിളിച്ചോ, എല്ലാ മക്കളെയും വിളിച്ചോണത്തിക്കിന്. അപ്പോൾ ഓരോ ഒരുങ്ങലും ആക്കലും ഒക്കെയാണ്. അപ്പോൾ ഞാൻ പുട്ടും പഴവും ആക്കി ഇന്ന്. അപ്പോൾ പുട്ടും പഴമൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് മക്കളെ. തേങ്ങ ചേരണം, കുറ്റിയിലേക്ക് അങ്ങോട്ട് വാരിയിടുക. എളുപ്പപ്പണി കഴിഞ്ഞ് കറിയൊന്നും ഉണ്ടാക്കണില്ല. ഇന്നലത്തെ ചിക്കൻ കറി കുറച്ച് ബാക്കിയുണ്ട്. അത് നല്ലോണം അടുപ്പത്ത് വെച്ച് ഒന്നും കൂടി വറ്റിച്ചെടുത്ത്, പിന്നെ അതേമാതിരി കുറച്ച് കലുവക്കോര മുളക് ഇട്ടുണ്ട്, അതും ഒന്ന് വറ്റിച്ചെടുത്ത്, പിന്നെ കുറച്ച് കോഴിമുട്ട, 4-5 കോഴിമുട്ട, ഓരോരുത്തർക്ക് ഓരോ കോഴിമുട്ടയും അങ്ങോട്ട് പുഴുങ്ങി. ഇതൊക്കെ തിന്നോട്ടെ എന്ന്. കുട്ടികൾക്കൊക്കെ കട്ടൻ ചായ മതി, ഓരോ കോഴിമുട്ടയും പുഴുങ്ങിയത് കൊടുത്ത്. ഹംദാനി ഹനാനിയൊക്കെ ഞാൻ ഒരുക്കിയ പോലെ, ദിയമോളി ഒരുക്കിയ പോലെയൊക്കെ പോയി. ഞാനും ഹംദാനും പിന്നെ മാത്രമാണ് പോകുന്നത്. വല്യാപ്പൻ്റെ കൂടുതൽ വണ്ടിമേൽ പോകാൻ തീരുമാനിച്ച്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഈ പൊട്ട് ലേശം കൂടി ഒന്ന് ചൂടാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു, മോൾ ഇതിലേക്കൊന്ന് വാരിട്ടാൽ മോളെ ഒന്നൊക്കെ ഒന്ന് ഓഫാക്കി വെക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് വല്യാപ്പം അത് കേട്ടിട്ട് ഓടി ഇങ്ങോട്ട് വന്ന്, ഈ വേണ്ടാത്ത പണിയൊന്നും എടുക്കാൻ നിൽക്കേണ്ട, അത് ഓളെ മേലേക്കൊക്കെ മറിഞ്ഞിട്ടുണ്ടെങ്കിൽ പാടായിപ്പോൾ, എനിക്ക് ചുട്ടില്ലേ ചൂടേണ്ട, ഒരു കുറ്റി ചുട്ടിയില്ല, മക്കൾക്കൊക്കെ ലേശിച്ച് കൊടുത്തുള്ളൂ, ബാക്കിയാണ് നിന്നോട്ടെ, ഓക്കുള്ളതാണ് എടുത്ത് വെച്ചേക്ക്, നമുക്കൊക്കെ വേണം പുറത്തുനിന്ന് തിന്നാം. സമയമില്ലാത്ത സമയത്ത് ഇനി പോളെ കൊണ്ട് ചുടിക്കാൻ നിൽക്കല, ആളടങ്ങാറാക്കാൻ പോയോടത്തുനിന്ന് അതേ സ്പീഡിൽ ഇങ്ങോട്ട് തന്നെ വരേണ്ടി വരും, വേണ്ടാത്ത പണിക്ക് നിൽക്കേണ്ട പറഞ്ഞപ്പോൾ എനിക്കും പേടിയായി. അപ്പോൾ ഞാൻ വേഗം ഒരു കുറ്റി അങ്ങോട്ട് വാരി അങ്ങോട്ട് അടുപ്പത്തേക്ക് ഇട്ട്, എൻ്റെ മൂക്ക് തിന്നോട്ടെ, അല്ലെങ്കിൽ അവിടെ നിന്നോട്ടെ വെച്ചാൽ അതും കൂടി ഒന്ന് വാരി അതിലേക്ക് നിറച്ച് അടുപ്പത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഹംദാൻ തുടങ്ങി വിളിക്കാൻ, ഉമ്മ വേഗം മാറ്റ്. ഓനിക്ക് ഞാൻ മാറ്റായിട്ടുള്ള ബേജാർ, പർദ്ദടണ്ടേ, സുളതാൾ ഇട്ടാൽ മതി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ സാരി എടുക്കുക, ചാളി വേണ്ടാന്ന്. അങ്ങനെ മക്കളെ ഞാൻ ഏതായാലും വേണ്ടില്ല, ഒരുങ്ങാനുള്ള തയ്യാറെടുപ്പ് എടുക്കുന്നതിൻ്റെ മുമ്പ് ഞാൻ ഈ കോറ്റിയിലേക്കൊന്ന് തേങ്ങയും അരിപ്പൊടിയും തേങ്ങയും ഇങ്ങനെ ഇട്ട് കൊടുത്ത് നിറച്ചു. ഞാൻ അതാ കുറ്റി ഒന്ന് അങ്ങനെ അടുപ്പത്തേക്ക് വെക്കാൻ പോകും. അടിക്ക് ഭയങ്കര ലൂസാണ് മക്കളെ. അപ്പോൾ അതിൻ്റെ പെട്ടെന്ന് ഇങ്ങനെ അത് ചരട് പോലെ ചുറ്റി കൊടുക്കലുണ്ട്, ആവി പുറത്തേക്ക് പോവാതെക്കാൻ. ഇപ്പോൾ തൽക്കാലം അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ കോഴിമുട്ട അടുപ്പത്തൊന്ന് പതയ്ക്കുന്നുണ്ട്, കുറ്റിയിൽ പുട്ടാവിയിൽ വേകുന്നുണ്ട്. കുട്ടികൾ രണ്ടാളും പോയി ആദ്യത്തെ വെന്ത കുറ്റിയിൽ നിന്ന് എടുത്തിട്ട് മക്കൾക്ക് കൊടുത്ത് ഞാനൊന്ന് ഇസ്തിരി ഇടാൻ വേണ്ടിയിട്ട് ഒരു ചുരിദാർ എടുത്ത് വെച്ചിന്. അതൊന്ന് ചെറുതായിട്ട് ഒരു ഒറ്റ കൈ കൊണ്ട് ഇസ്തിരി ഇടാണ് മക്കളെ, നേരമില്ല. അതുകൊണ്ട് ഒരു കൈമേൽ ഫോൺ വെച്ച് ഇങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചിട്ട് ഇനി. അപ്പോൾ ഇന്ന് ഞാനൊരു ക്രീമാണ് ഇടണേ, ചുവപ്പും ക്രീമും കൂടിയുള്ള ചെറുങ്ങനെ, അതിന് മാത്രം വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത സാധാ ലെവലിലുള്ളതൊരു ചുരിദാറും ഞാനൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കണേ. അങ്ങനെ കാണും മക്കളെ. അപ്പോൾ നിങ്ങളെല്ലാവരും കുട്ടികളെയും കൊണ്ട് പോയിട്ടുണ്ടാവും, നിങ്ങളൊക്കെ അവിടെ സ്കൂളിൽ എത്തിയിട്ടുണ്ടാവും മക്കളെ. ഞാനെന്ത് ചെയ്യൂ, എനിക്കാവണ്ടേ? നിങ്ങളെ മാതിരി അല്ലല്ലോ, വാലിയക്കാറ്റിയല്ലല്ലോ, വയസ്സായില്ലേ മക്കളെ. ഇതൊക്കെ കുറച്ചും കൂടി ഒരു ആരോഗ്യം വന്ന് എൻ്റെ മോളെല്ലാം ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടാണ് മക്കളെ ഞാൻ ഇങ്ങനത്തെ ഒക്കെ ചെയ്യുന്നത്. എപ്പോഴും ഞാൻ ഓരോ പണിയെടുക്കുമ്പോഴും ഞാൻ ആലോചിക്കുന്നത്, മോളെ എനിക്ക് ഇതൊക്കെ ചെയ്യാനുള്ള ആവത് അള്ളാഹു തരട്ടെ എന്ന് പറയുമ്പോൾ പറയപ്പെടമ്മ ആര് ഇങ്ങൾക്കുണ്ട കാറ്റ് എന്നൊക്കെ പറയും. ഞാൻ പറയും ഒന്നും പറയണ്ട, ചിലപ്പോൾ എനിക്ക് എല്ലാം ശരിയാവും. ചിലപ്പോൾ എൻ്റെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും മക്കളെ. അപ്പോൾ നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം കേട്ടോ മക്കളെ. എൻ്റെ മോക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. എൻ്റെ മോളെ രോഗങ്ങൾ മാറാനും ഓളെ മക്കളെ പൊന്നുപോലെ നോക്കാനും ഓളെ മക്കളെ ഇതേമാതിരി പുട്ട് ചൂടാനും ചായ ഉണ്ടാക്കാനും പത്തിരി
ഉണ്ടാക്കാനും കുട്ടികൾക്ക് തിന്നിച്ച് കൊടുക്കാനും കുളിപ്പിക്കാനും മാറ്റിക്കാനും കുട്ടികളെ ഡ്രസ്സ് എടുത്ത് വെക്കാനും കുട്ടികളെ ഡ്രസ്സ് ഇസ്തിരിട്ട് വെക്കാനും യൂണിഫോം വേറെ വെക്കാനും കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാനും എന്തിനു പറയണ മക്കളെ 10-35 വയസ്സായ പെൺകുട്ടികൾ സ്വന്തമായിട്ട് ഒരു പുര നോക്കിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഭർത്താവിൻ്റെയും മക്കളെയും കാര്യങ്ങളും നോക്കി ജീവിക്കുന്ന എത്ര പെൺകുട്ടികളുണ്ട്, എത്ര സന്തോഷത്തോടെ ആ കുടുംബം കഴിയുന്നുണ്ട്. അള്ളാഹുവെ അങ്ങനെ തന്നെ ആവട്ടെ, എല്ലാ മക്കൾക്കും ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഇല്ലാതിരിക്കട്ടെ. നമ്മൾ തള്ളാർക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണ്? മക്കൾ സന്തോഷത്തിൽ കൈയാണ്. മോളും മക്കളും സന്തോഷത്തിലാണെന്ന് പറഞ്ഞാൽ ഏത് ഉമ്മമാർക്കും പെൺകുട്ടികൾ സന്തോഷത്തിൽ കഴിയുമ്പോൾ ഒരു സമാധാനമാണ്. കാരണം മോളും മക്കളും കഷ്ടപ്പെടില്ലല്ലോ, കഷ്ടപ്പെടരുത് മോളെ നമ്മൾ വിളിച്ചെന്നെ നോക്കും, മോളെ എന്താ വർത്താനോ എന്നൊക്കെ ഉള്ള ചോദിക്കുക. അതാണ് നമുക്ക് ബേജാറ് മക്കളെ. പെൺകുട്ടികളെ കാര്യത്തിലാണ് ഏത് തള്ളാർക്കും ബേജാറും വിഷമവും. കാരണം ആരാൻ്റെ പുരയിലേക്ക് അങ്ങോട്ട് കെട്ടിച്ചയച്ചു കൊടുത്താൽ പിന്നെ അവിടുത്തെ അമ്മായിമ്മൻ്റെ അടുങ്ങേറും അമ്മോസാങ്കൻ്റെ അടുങ്ങേറും പിന്നെ നാത്തൂമാരുടെ അടുങ്ങേറും ആയിട്ട് സഹിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് ദുരിതം അനുഭവിക്കുന്നത്. പഠിച്ചവനെല്ലാവരും തൊട്ട് കാക്കട്ടെ. അങ്ങനെ മക്കളെ ഞാനൊന്നും പറയില്ല, അങ്ങനത്തെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. തൽക്കാലം ഞാനതൊക്കെ വന്നിട്ട് പറയാം മക്കളെ. ഞാൻ ഏതായാലും ഞാൻ കൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ് മക്കളെ. അപ്പോൾ ഹംദാനൊക്കെ റെഡി ആയിക്കണം. അപ്പോൾ ഹംദാന് കുറച്ച് വെള്ളം കൂടി വേണം എന്ന് പറഞ്ഞാൽ ആ വെള്ളം കുടിക്കാൻ ഹംദാന് പോയി ഞാൻ കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഹംദാനിക്ക് ഇതാ തലയിൽ വെച്ചെടുക്കാനുള്ള സ്റ്റിക്ക് എന്താ പറയുക തൊപ്പി പോലത്തെ സാധനം ഉണ്ട്, അതെടുത്ത് അങ്ങനെ ഹംദാനും വലിയപ്പയും വണ്ടിമേൽ അത് കയറി ഇരിക്കുന്നു. അപ്പം ഞാൻ വലിയാപ്പൻ്റെ കൂട്ടത്തിൽ ഞാനും കയറണം. അപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു വാതിലടച്ചാളെന്ന് പറഞ്ഞ് മോള് വാതിലടയ്ക്കാൻ വേണ്ടി പറഞ്ഞു. മോള് നേരത്തെ എണീച്ചിന് ഗുളിക കുടിക്കാൻ. അപ്പോൾ വാതിലടച്ച പാടോട് പോയി കിടന്നുറങ്ങും. അപ്പോൾ ഞാൻ പറഞ്ഞു താക്കോൽ ഉരിക്കാലും മക്കൾ താക്കോലൊന്നും ഉരിക്കാലിട്ടോ, ഞാൻ വേഗം വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ താക്കോൽ ഊരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ നമ്മളിതാ വണ്ടിമേലിതാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ സ്കൂളിൽ. അപ്പോൾ ഹംദാൻ പറഞ്ഞിട്ട് സമയമായി, വണ്ടീൻ്റെ മുകളിലുണ്ട് സമയമായിട്ടോ എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഹംദാൻ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളൊക്കെ സ്കൂളിലെത്തി കഴിഞ്ഞപ്പോൾ സമയമൊന്നും ആയിട്ടില്ല. ഒരുപാട് കുട്ടികൾ വന്ന് ഇങ്ങനെ ലൈന് നിൽക്കണേ ഉള്ളൂ. അപ്പോൾ ഏതായാലും കുട്ടികളെയും മക്കളെയും ഒന്നും ഇപ്പോൾ തൽക്കാലം ഞാൻ കാണിക്കുന്നില്ല, അത് നമുക്കൊരു ഇടങ്ങേറ് വരും, കുട്ടികളൊന്നും അധികം കാണിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഹംദാൻ്റെയും അനിയമോളെയും സ്കൂളാണിത്. ദിയമോൾ ഇവിടുന്ന് പോയാൽ അനാനും പോയി ഹയാനും പോയി. അപ്പോൾ ഇവരിങ്ങനെ കുട്ടികളൊക്കെ അസംബ്ലിക്ക് വരിയായിട്ട് നിൽക്കാൻ തുടങ്ങണേ ഉള്ളൂ. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല വല്ലാതെ മക്കളെ. അത് കാണിച്ചാൽ ഇടങ്ങാറാവുമെന്ന് വിചാരിച്ചിട്ടാണ്. കുട്ടികളൊന്നും അങ്ങനെ അധികം കാണിക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട് ഇപ്പോൾ, അതുകൊണ്ടാണ് കാണിക്കാത്തത്. നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഹോട്ടലിലേക്ക് വന്ന് ഗ്രാൻഡ് ഹോട്ടലിൽ കയറി. അവിടെ നിന്ന് എനിക്കൊരു വട വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു വട ഒരു അട കൊടുത്ത് ഞാനൊരു സുഗീനും വാങ്ങി തിന്ന്. അങ്ങനെ നമ്മളോരോ ചായയും കുടിച്ചപ്പോൾ എനിക്ക് ഒരു വട തിന്നപ്പോൾ പറഞ്ഞു ഒരു വടയും കൂടെ വേണമെന്ന് പറഞ്ഞ്. ചില സമയത്തും എനിക്കൊരു സംഗതി വേണ്ട, ചില സമയത്തും എനിക്ക് നല്ലോണം തിന്നാൻ വേണമെന്ന് പറയും. അങ്ങനെ തിന്നലും കുടിക്കലും കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് എത്തി കഴിഞ്ഞ് മക്കളെ. അപ്പോൾ അതാ മുന്തിരിവള്ളിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ചളികളൊക്കെ. ഇപ്പോൾ ഞാൻ മുന്തിരിവള്ളിൻ്റെ മരം മുറിക്കാനുള്ള പരിപാടിയാണ്. കാരണം അതിൻ്റെ അടിയിലൊന്നും ആറിടാനോ ആക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഞാനിവിടെ 2-3 ഷർട്ടും ഇതൊക്കെ ആറിട്ട് പോയിനി. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നൊക്കെ ഈ മുന്തിരിൻ്റെ മുകളിൽ നിന്നും ഈ കറുത്ത വെള്ളമൊക്കെ വന്ന് പിന്നെ ഷർട്ടിനൊക്കെ കറ വീണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ മുന്തിരിൻ്റെ മുകളിൽ ഉണ്ടായിട്ട് 2 ലോഡ് 3 ലോഡൊന്നും കയറ്റാനില്ല. അപ്പോൾ അതുകൊണ്ട് മുന്തിരിവള്ളി മുറിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ വലിയ പറഞ്ഞാണ്ട് മുറിച്ചാൽ കുറേ ആയി മൂപ്പര് പറഞ്ഞ് മുന്തിരിവള്ളി മുറിക്കാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു മുറിക്കല്ലേ എന്ന് ഞാനും പറഞ്ഞിരിക്കുന്നു കുട്ടികളെ. അപ്പോൾ കുറേ ആയി വലിയപ്പോൾ പറയാൻ തുടങ്ങി ഇതൊന്നും മുറിക്കട്ടെ പറഞ്ഞ് വരുമ്പോൾ ഞാൻ പറയേ മുറിക്കലിന്ന് കുറച്ച് ദിവസവും കഴിയട്ടെ, പൂവിടുന്നുണ്ട്, മുന്തിരിങ്ങ ഉണ്ടാവും. അപ്പോൾ എന്നെ വേണമെങ്കിൽ 1-2 കിലോ മുന്തിരി വാങ്ങിയാൽ കഴിഞ്ഞ്. ഈ വെറുതെ എന്തിനാണ് ഇതിങ്ങനെ കൂട്ടി വെക്കുന്നത്? പിന്നെ അതാ പുരൻ്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ വള്ളിയൊക്കെ വന്ന് അടങ്ങാറാണ്, പാമ്പിൻ്റെ ശല്യം ഉണ്ടാവും. അങ്ങനെ ഇന്നെ ഭയങ്കര പേടിപ്പിക്കലാണ് മക്കളെ. ദിയമോള് ഉറങ്ങി നീച്ചില്ല, ആര് ഉറങ്ങി നീച്ചോ? അങ്ങനെയൊക്കെയാണ് മക്കളെ. ഇത് അടുക്കളയ്ക്ക് പടിയിലേക്കുള്ള ഇറങ്ങാൻ പോവാണ് മക്കളെ. പുട്ട് പൈതി ചുട്ടച്ചിട്ട് പോയതാണ് പൊന്നാര കുട്ടികളെ. ഇനി പുട്ട് ചുടാനുണ്ട്. മൈസൂർപ്പായാണ് പുട്ടിന്, മൈസൂർപ്പായ നാണിപ്പൂവനൊക്കെ ഉണ്ട്. കറിയൊന്നും ഞാൻ വെച്ചിട്ടില്ല. അപ്പം ചെറുതായിട്ട് മയപ്പൊടിച്ചിലുണ്ട്. അപ്പം ഞാൻ മുറ്റത്തേക്ക് തിരുമ്പിയത് ആരിടുന്നില്ല. അങ്ങനെ ഞാനും എൻ്റെ കുട്ടികളും കൂടി ഇവിടെ ലേശം നേരം ഒന്ന് ഇരിക്കട്ടെ. എൻ്റെ ഹംദാനതാ വന്ന പാടിനെ ലേശം ഇവിടെ ഇരിക്കുക. നമ്മൾ ഹോട്ടലിൽ കയറി ഒരു ചായ കുടിച്ച്, ഒരു പാലർന്ന ചായ കുടിച്ച്, ഒരു വട ഒരു അട ഞാനും എൻ്റെ ഹംദാനും. അപ്പോൾ മക്കളെ നമ്മൾ സ്കൂളിലൊക്കെ പോയി വന്നതിൻ്റെ ഹംദാന് കൊടിയുയർത്തനൊക്കെ കാണാൻ പോയി. സ്കൂളിൽ പോയി മിഠായി കിട്ടി, എല്ലാം കഴിഞ്ഞു. നമ്മൾ തിരിച്ചു വന്ന് ഹോട്ടലിൽ കയറി. നമ്മൾ ഒരു വട ഒരു അട അങ്ങനെ 2 വട തിന്നു എൻ്റെ മോന്. അങ്ങനെ നമ്മൾ തിരിച്ചു വന്നു. അങ്ങനെ നമ്മളിവിടെ ഇരിക്കുകയാണ് മക്കളെ. ഇനി ഇത് കഴിഞ്ഞ് ഞാൻ ഇനി ലേശം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കാൻ കഴിയൂല. കാരണം മക്കളയിൽ പുട്ട് ചുട്ട് പൈതിയാക്കി പൊടി നനച്ചു പോയതാണ്. ഒരു കുറ്റി 1.5 കുറ്റി പുട്ടും ചുട്ടവിടെ വെച്ച് ഒരു ചെറിയൊരു പീസ് എടുത്തിൻ്റെ ഹംദൂന് കൊടുത്ത് ഞാനും ചെറിയൊരു പീസ് തിന്നു. അങ്ങനെ നമ്മൾ പോയതാണ്. തിരിച്ച് നമ്മൾ വന്ന് ഇനിയിപ്പോൾ അതാ മക്കളെ നമ്മൾ ബാക്കി പണിയൊക്കെ അടുക്കളയിലുണ്ട്. ചോറ് വെക്കണം, കറി വെക്കണം, ഉപ്പേരി വെക്കണം, അടിച്ചു വാരണം, തുടക്കണം, തിരുമ്പണം, അങ്ങനെ കണ്ട് കാണപ്പെട്ട എല്ലാ പണികളുണ്ട്. അപ്പം എല്ലാ പണികളും ഇവിടെ നിർത്തി വെച്ച് ലേശം റെസ്റ്റ് എടുക്കുകയാണ് ഞാൻ. അപ്പം കുട്ടികൾ ജഗബോഗാണ് പറയുന്നത് നാളെ
പഠിക്കാൻ സമയം സ്കൂളിൽ എന്ത് സമയം സ്കൂളിൽ നിന്ന് പരിപാടി ഇല്ലേ അത് കഴിഞ്ഞ കൊല്ലത്ത് ഉണ്ടായിരുന്നല്ലോ അത് പോയില്ലേ കാണാൻ ചെല്ലോ അത് അത് പറ്റൂല ആ രസമല്ലേറ്റാ വാങ്ങായിട്ടാ നല്ല കൊടി വേണം അപ്പം അങ്ങനെ മക്കളെ അപ്പം ഞാൻ എൻ്റെ മോളെടുത്ത് ഇരുന്ന് അവിടെ സ്കൂളിൽ പോയ കഥകളും മാഷന്മാർ പറഞ്ഞ കഥകളും കൊടി ഉയർത്തിയ കഥകളും എല്ലാം എൻ്റെ മോക്ക് പറഞ്ഞു കൊടുത്ത് അടുത്ത കൊല്ലം ഈ കാലമാകുമ്പോഴത്തേക്ക് എൻ്റെ മോളെയും മക്കളും എല്ലാം കൂടി ഒരുമിച്ച് ഓര് തന്നെ പോകണം അതിന് വേണ്ടി അള്ളാഹിനോട് ഞാൻ ദുആ ചെയ്യുന്ന മക്കളങ്ങളെല്ലാവരും എൻ്റെ മോക്ക് വേണ്ടി ദുആ ചെയ്യണം എൻ്റെ മോളും സൂക്കേടകളൊക്കെ മാറാൻ